ഹലോ. അപ്പോൾ ഓണമൊക്കെ എത്താറായില്ലേ? അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു സദ്യ വിഭവങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചിയാണ് നമ്മളുടെ സദ്യയിലെ നെടുന്തൂണ് എന്ന് പറയുന്നത്. സദ്യയിൽ പുളിയിഞ്ചി ഇല്ലെങ്കിൽ പിന്നെ അത് സദ്യയല്ല. പുളിയിഞ്ചി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അതിൽ നമ്മളുടെ നാവിൽ ടേസ്റ്റ് വരുന്ന 4 കാര്യങ്ങളും പുളിയിഞ്ചിയിലുണ്ട്. മധുരമുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, പിന്നെ പുളിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുളിയിഞ്ചി എന്ന് പറയുന്നത് 100 കറികൾക്ക് സമാനം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുളിയിഞ്ചിയിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പുളിയിഞ്ചി ഞാൻ ഏകദേശം 1 മാസത്തോളം വെച്ചാലും കേട് വരാറില്ല. ഞാൻ അങ്ങനെയാണ്, അതായത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതയല്ല, ഞാൻ അതിൽ കേടുവരുന്ന സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ പുളിയാണ്. പുളി ഞാൻ സോക്ക് ചെയ്യണ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് തലേ ദിവസം ഇട്ട് കുതിർത്തി വെച്ചതാണ്. തലേ ദിവസം വേണമെന്നൊന്നുമില്ല, അരമണിക്കൂർ മുന്നേ ഇട്ടാൽ മതി. ആക്ച്വലി ഞാൻ ഇന്നലെ പുളിയിഞ്ചി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ് കേട്ടോ. നമുക്ക് പുളി എടുക്കുമ്പോൾ ഇതങ്ങനെ 1 പിടി പുളിങ്ങയാണ് കേട്ടോ. അതാണ് പുളിയിഞ്ചി ഉണ്ടാക്കാറ്. അപ്പോൾ അത് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം. ഒരു അരമണിക്കൂർ മുന്നേ ഇട്ടാലും ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് മെയിൻ പുളിയും പിന്നെ ഇഞ്ചിയുമാണ്. അപ്പം ഇഞ്ചി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞിട്ടാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ ചീനമുളകാണ് എടുത്തെടുക്കുന്നത്. ചീനമുളക് എടുത്തത് എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഇത് ധാരാളം ഉണ്ട്, അതുകൊണ്ടാണ് ചീനമുളക്. നമുക്ക് സാധാ ഉണ്ടമുളകാണെങ്കിലും മതി. പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഇത് മുഴുവനേ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ച് മധുരം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ മുളക് 1 സ്പൂണാണ് കേട്ടോ. 1 സ്പൂൺ, ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. എല്ലാവർക്കും ഒരേ എരിവ് ആവില്ല വേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ തന്നെ. പിന്നെ നമ്മുടെ ഉപ്പ്, പിന്നെ കടുക് താളിക്കാൻ വേണ്ട കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മുടെ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് അരിയാൻ ഉള്ള ഒരു സൂത്രപ്പണി ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഇതിൽ വെച്ചിട്ടല്ലേ നമ്മൾ, അപ്പോൾ ഇതിൽ വെച്ചിട്ട് അരിയുമ്പോൾ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയുമ്പോൾ നമുക്ക് കുറേ നൈസാക്കി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ഇതിൽ വെച്ചിട്ടാണ്, ഇതിൽ ആണ് നമ്മൾ അരിഞ്ഞെടുക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇഞ്ചിനെ ഇങ്ങനെ ഇച്ചിരി ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാം. ഇതിലോട്ട് അരിഞ്ഞിടണം കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് അരിയാം. മറ്റേത് നമ്മൾ കുഞ്ഞിതാക്കി അരിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി നല്ല ചെറുതായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇഞ്ചി ഇതാ ഈ ഒരു പരുവത്തിലായിട്ട്. അപ്പം നമുക്കതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള, ഇത് മുഴുവൻ വേണ്ട, നല്ല എരിവാകും. ഇഞ്ചിക്ക് എരിവുണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നതല്ലേ. അപ്പം ഇതിന്ന് നമുക്കൊരു കുറച്ച് ഇത്രയാണ് മതി. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടിയും ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ അതിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരേനെ നമുക്ക് വെറുതെ ഒന്നും കുടിച്ചാൽ വെറുതെ ഒന്ന് പൊടിയേറിയിട്ടുള്ളൂ. പിന്നെ ഇത് നല്ല വലുപ്പമല്ലേ, ഇത് ഉരുകി വരുമ്പോഴേക്കും കുറേ സമയം, ഉരുകിയിട്ട് ഒഴിക്കാൻ പറ്റുന്നവർക്ക് ഉരുക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഒരെണ്ണം തന്നെ കുത്തിപ്പൊടിച്ചപ്പോൾ ഇത്ര ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഒരെണ്ണം കൂടി പൊടിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇടാമല്ലോ.
നമ്മുടെ ശർക്കര കുത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് ഈ ചട്ടിയിലാണ്. നമ്മളന്ന് സീസണിങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ പുളിയിനെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കണം. അപ്പം ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് അരിച്ചതാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുന്നനുള്ള പുളിയാണ് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി ഒന്ന് വേവണ്ടേ, അതിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വേണമെങ്കിൽ ചേർക്കാട്ടം നോക്കിയിട്ട് കറിവേപ്പിൻ്റെ ഇല ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ചളപളാ തിളച്ച് തെറിക്കും. അപ്പം തീ കുറച്ച് വെക്കണം. ഇപ്പം നമുക്ക് തീ കൂട്ടി വെക്കാം, ഒന്ന് തിളയ്ക്കണത് വരെ കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് എപ്പോൾ തിളയ്ക്കും എന്നുള്ളത് നന്നായി നോക്കണം. ഇല്ലെങ്കിൽ തിളച്ച് പുറത്തേക്കൊക്കെ പോകും. ചെറിയ ചട്ടിയായിട്ടുണ്ട്. അപ്പം അത് അവിടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ അടുപ്പത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകിനെയും നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെ പച്ചയ്ക്ക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ പുളിയിഞ്ചിക്ക് ഒരു കേട് വരുന്നത്. നമുക്കിത് നന്നായി പറഞ്ഞാൽ മുരിയൊന്നും വേണ്ട, ഒന്ന് ഈ പച്ചച്ചോയ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയിഞ്ചി കേട് വരാതെ ഇരിക്കും. രണ്ടതിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചച്ചായ മാറിയിട്ട് കിട്ടണം. ചെറുതായൊന്നും മതിയാം, കുഴപ്പമൊന്നുമില്ല. ഈ കുറച്ച് വെക്കണം, ഇതിൻ്റെ വേഗം കരിഞ്ഞു വീഴും. നമ്മുടെ പുളി ഇവിടെ തിളക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് വയ്ക്കാം. തുറന്ന് വെച്ച് നമുക്ക് തീ കുറച്ച് വെക്കാം, ഇല്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ തിളച്ച് പൊന്തി വരും. അപ്പം തീ ഒന്ന് കുറച്ച് വെക്കാം. അത് നന്നായി ആ പുളി വേവണം. എന്നിട്ട് ഒന്നും കൂടി കുറുകി വരണം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് പച്ചമണക്ക് മാറി ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ പുളി തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിക്കാം. തീ കുറച്ച് വെച്ച് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം കണ്ടങ്ങനെ ഇതിൻ്റെ ഒരു ഇത് ഇങ്ങനെ വെള്ളം പോലെയല്ലേ. ഇനി ഇതൊന്ന് കുറുകി നമ്മളിങ്ങനെ ഇലയിൽ ഒഴിക്കുമ്പോൾ ഒലിച്ചു പോവാത്ത ഒരു തരത്തിലാവണം. ഇതോടെ കിടന്നിട്ട് പതിയെ തിളച്ച് വറ്റട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പം കുറച്ചൊന്നും ഇതായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ശർക്കര കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ശർക്കര ഉരുകും ചെയ്യും, നമ്മുടെ അത് വറ്റും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇതിനനുസരിച്ച്. എനിക്കിവിടെ പുളിയിഞ്ചിയിട്ട് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. ഇനി നമ്മുടെ ഇതൊക്കെ കൂടി സെറ്റായി വരുമ്പോൾ, ഈ ശർക്കരയൊക്കെ അരിഞ്ഞ് സെറ്റായി വരുമ്പോൾ നമുക്കധികം മധുരം തോന്നില്ല. ആ പുളിയും ഉപ്പും എരിവും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് തോനെ മധുരമൊന്നും തോന്നില്ല. മധുരം ഉണ്ടെങ്കിലാണ് പുളിയിഞ്ചി രസമുള്ളൂ, വെറും പുളി മാത്രമായ രസമില്ലല്ലോ.
അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇതാ ഏകദേശം സെറ്റായിരുന്നു കേട്ടോ. അപ്പം ഇത്ര മതി. ഇനിയും കട്ടായി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് തണുത്ത് കഴിഞ്ഞ് കട്ടായി പോകും. ഇതിങ്ങനെയാണെങ്കിലും ഇത് തണുക്കും തോറും ശർക്കര ഉള്ളതല്ലേ, അപ്പം ഇതിങ്ങനെ കട്ടായി വന്നോളും. അപ്പം ഇത്ര മതി കേട്ടോ. മധുരമൊക്കെ നോക്കണം, ഉപ്പ് നോക്കണം. അപ്പം ഇതിലൊക്കെ പാകമാണ്. അപ്പം ഇതിലെന്തിനേലും കുറവുണ്ടെങ്കിൽ ഉപ്പും മധുരവും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ പരിപാടിയാണ് കടുക് വറുത്തിടൽ. അതിലാണ് പുളിയിഞ്ചിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് വറുത്തിടാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഇഞ്ചിയും ഒക്കെ വറുത്ത അതേ ഇതിൽ നമുക്ക് വറുത്തിടണം. അപ്പം ആ ഒരു മണം കൂടി കിട്ടും അതിന്. പിന്നെ പുളിയിഞ്ചിക്ക് ഉണ്ടല്ലോ, നമ്മളെടുത്ത പുളിങ്ങ ഒരു ബ്രൗൺ കളറാണ്, അതായത് പഴക്കാവാത്ത പുളിങ്ങ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കിയത്. നല്ല പഴക്കം ചെന്ന കറുത്ത പുളിങ്ങ കിട്ടും, അതായത് ഇപ്പോൾ ഒരു വർഷമൊക്കെ പഴക്കം ചെന്നിട്ടുള്ളത്. അതാവുമ്പോൾ നമ്മുടെ പുളിയിഞ്ചിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും. കറുപ്പ് കളറാണ് പുളിയിഞ്ചിക്ക് ഭംഗി കേട്ടോ. നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർക്കാം. ഉണ്ടാവുന്നു. അപ്പം നമ്മുടെ അടുക്കള ആകെ പുളിയിഞ്ചിയുടെയും ആ വറവിൻ്റെ ഒക്കെ മണമാണ് കേട്ടോ. ഇത് നമുക്ക് അടച്ചു വയ്ക്കണം. അടപ്പ് തരിക. ഇത് എന്ത് കടുക് വറുത്തിട്ടാലും നമ്മളത് അടച്ചു വെച്ചാലാണ് ആ മണം കൂടുതലും, അതായത് നന്നായിട്ട് അതിൽ പിടിക്കും ആ മണം കേട്ടോ. നമ്മൾ ആ വറവിൻ്റെ മണം ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ വറുത്തിടുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ആ കറികളിൽ പിടിക്കാൻ നമ്മൾ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ വറുത്തിട്ടുള്ളതിൻ്റെയും ആ കടുക് നമ്മൾ വറുത്തിട്ടതിൻ്റെയൊക്കെ കൂടിയിട്ട് അടിപൊളി മണമാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും പുളിയിഞ്ചി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ രീതി ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഓണ സ്പെഷ്യലുമായിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.